സലാം. അഹിംസ കളിപ്പാട്ട നിർമ്മാണങ്ങളിലൂടെ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അറിയപ്പെടുന്ന പേര് സുബ്രിത് അഹിംസ എന്നാണ്. ഞാൻ പേഴ്സണലായിട്ട് അത്ര അഹിംസ ഉള്ള ആളാണെന്നുള്ളത് ചോദിച്ചാൽ ഞാൻ അഹിംസ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ ഗവേഷണം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കളിപ്പാട്ടങ്ങളുടെ പേര് അഹിംസ കളിപ്പാട്ടങ്ങൾ എന്നാണ്. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വർക്ക്ഷോപ്പുകളുടെ പേര് കഴിഞ്ഞ 15 വർഷമായിട്ട് ചെയ്തു വരുന്ന അഹിംസ കളിപ്പാട്ട നിർമ്മാണ കളരികളാണ്, അല്ലെങ്കിൽ വർക്ക്ഷോപ്സാണ് ചെയ്തു വരുന്നത്. അതിൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടതെന്നും എന്താണ് ഞാൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്നും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലോകം നമ്മൾ നിർമ്മിക്കുന്നതാണെന്നുള്ളൊരു പാഠമാണ്. അതായത് ഞാൻ കുട്ടികൾ സാധാരണ ക്ലാസ്സിൽ ചോദിക്കും, ഒരു ചെറിയ കഷ്ണം പേപ്പർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കുട്ടികൾ പറയും, നമുക്ക് വേണമെങ്കിൽ എഴുതാം, ചിത്രം വരയ്ക്കാം, പലമാതിരി ക്രാഫ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോദിക്കും, വേണമെങ്കിൽ ചുരുട്ടി കൂട്ടി കളയാനും പറ്റും, ശരിയല്ലേ? അല്ലെങ്കിൽ കത്തിച്ച് കളയാനും പറ്റും. അതേ പേപ്പറാണ് നമ്മൾ പലമാതിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. അതായത് ആ പേപ്പർ നമ്മുടെ ജീവിതം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെയാവണം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് മറ്റ് വിധിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് അഹിംസ കളിപ്പാട്ടങ്ങളുടെ ഒന്നാമത്തെ പാഠം. നമ്മുടെ ലോകം നിർമ്മിക്കുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ അതിൽ ഹിംസ അഹിംസ തിരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ അതെങ്ങനെ വേണം തീരുമാനിക്കുന്നത് പറഞ്ഞല്ലേ. അതിൽ ഹിംസയുടെ തിരഞ്ഞെടുപ്പുണ്ട്, അഹിംസയുടെ തിരഞ്ഞെടുപ്പുണ്ട്. അതൊരു ഗ്രാഫ് പോലെയാണ്. അതിലെവിടെ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. ഇത് കേവലം കളിപ്പാട്ടങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ പേപ്പറിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മുടെ ജീവിതം എങ്ങനെയാവണം, നമ്മുടെ ജോലി എങ്ങനെയാവണം, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എങ്ങനെയാവണം, നമ്മുടെ ലൈംഗിക ജീവിതം എങ്ങനെയാവണം, ഇതെല്ലാം തീരുമാനിക്കുന്നതിൽ ഈ പറയുന്ന ഒരു ഹിംസയുടെ അഹിംസയുടെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളെ ജീവിതം നിർണ്ണയിക്കുന്നത്. അല്ലാതെ അത് ഒരു പുറത്തുനിന്നുള്ളൊരു ക്രിയേറ്ററായിട്ടുള്ളൊരു ദൈവം വന്ന് തീരുമാനിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. ഓരോ നിമിഷവും നമ്മളുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ നാളെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നാളെ തീരുമാനിക്കുന്നത്. മറ്റേ 5 വർഷം കൂടുമ്പോൾ വരുന്ന വോട്ട് തിരഞ്ഞെടുപ്പിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്. അതാണ് ഞാൻ ഈ കളിപ്പാട്ടങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ പാഠം. 2, വേസ്റ്റ് എന്ന് പറയപ്പെടുന്ന മെറ്റീരിയൽ. അതൊരു മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇല്ല. അങ്ങനെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വേസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായിട്ടുള്ള യൂണീക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അത് അറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അതായത് പ്ലാസ്റ്റിക്കിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ചിലപ്പോൾ കത്തിച്ചാൽ അല്ലെങ്കിൽ മണ്ണിലിട്ടാൽ ദോഷമാണ്. അപ്പോൾ അത് അറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള, മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പ്രൊഡക്റ്റ് ഡിസൈനിൽ അല്ലെങ്കിൽ അതിൻ്റെ IIT ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. വെച്ചാൽ ഓരോ മെറ്റീരിയലിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അഹിംസ കളിപ്പാട്ട നിർമ്മാണ വർക്ക്ഷോപ്പിനെ വിളിക്കുന്ന പേര് റെസ്പോൺസിബിൾ ക്രിയേറ്റിവിറ്റി വർക്ക്ഷോപ്പ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ, ക്രിയേറ്റിവിറ്റി വർക്ക്ഷോപ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മിക്കവാറും കുട്ടികളെല്ലാം ജന്മന തന്നെ ക്രിയേറ്റീവാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ക്രിയേറ്റീവാണ്. പക്ഷേ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ബീയിങ് റെസ്പോൺസിബിൾ, എങ്ങനെ റെസ്പോൺസിബിളായിട്ട് ക്രിയേറ്റീവ് ആവാം എന്നുള്ളതാണ് ഞാനതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ നിർമ്മിക്കുന്ന ഓരോ സംഭവത്തിനും ബൈ പ്രൊഡക്ട്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ഉണ്ടാക്കുന്ന ആൾക്ക് തന്നെയാണ്. അങ്ങനെ റെസ്പോൺസിബിളായിട്ട് ക്രിയേറ്റീവ് അല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ സാധനങ്ങൾ നിറഞ്ഞ് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ നിറഞ്ഞ് വേസ്റ്റും അതുപോലെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതല്ലാതെ സുന്ദരമായൊരു ലോകം പടുത്തുയർത്താനായിട്ട് റെസ്പോൺസിബിളായിട്ട് ക്രിയേറ്റീവ് ആവാൻ കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു കലാകാരനല്ല, ഞാനൊരു ഡിസൈനറാണ്. അപ്പോൾ ഇതാണ് ഞാൻ കളിപ്പാട്ട നിർമ്മാണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന പാഠങ്ങൾ.